ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ബീവിൻ്റെ ചോറൂണാണ് കേട്ടോ. രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയാവുമായിരുന്നു. എൻ്റെ കുടുംബക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ചോറൂണ് കൊടുക്കുന്നത്. അവിടെ നേർച്ച ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ വെച്ചിട്ട് ആണ് കൊടുക്കുന്നത്. അപ്പം ബീവിനെ രാവിലെ റെഡിയാക്കി, ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് അപ്പോഴേ റെഡിയാക്കിയാണ്. എനിക്ക് സാരിയെ കൊടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് അവൻ ആദ്യമേ റെഡിയാക്കി സെറ്റാക്കി ഇരുത്തി. എന്നിട്ട് നമ്മൾ 10 മണിക്ക് മുന്നേ ആയിരുന്നു കേട്ടോ ചോറ് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ ഞാൻ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഇറങ്ങി. ഞാൻ എടുത്തേക്കുന്ന സാരി ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇട്ടേക്കുന്ന മാലയുടെ ലിങ്കൊക്കെ ഞാൻ എൻ്റെ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബീവുവിനെ ഞാൻ വെളിയിൽ കുഞ്ഞാറ്റയുടെയിലൊക്കെ കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ അവരുടെ കയ്യിലായിരുന്നു ഇരുന്നത്. കാരണം ചോറ് കൊടുക്കാനാകുമ്പോഴത്തേക്കും കുഞ്ഞിനകത്തോട്ട് കൊണ്ടുപോയാൽ മതി. അങ്ങനെ നമ്മൾ മുണ്ടൊക്കെ ഉടുപ്പിച്ച് ബീവുവിനകത്ത് ഏറ്റി മാലയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ചോറ് കൊടുക്കുന്ന ചടങ്ങാണ് കേട്ടോ ഇത്. അങ്ങനെ ചോറ് കൊടുത്ത് വലിയ കരച്ചിലും ബഹളമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ആൾ നല്ല ടയേർഡ് ആയതുകൊണ്ട് നമ്മൾ വീടെത്താറായപ്പോൾ ഉറങ്ങിപ്പോയി. അങ്ങനെ ഞാൻ അമ്മയുടെയിലോട്ട് കൊടുത്തു. നമ്മളിപ്പോൾ വീടെത്താറായി കേട്ടോ. അങ്ങനെ വീടെത്തിയപ്പോഴത്തേക്കും 2 പാഴ്സലുണ്ടായിരുന്നു. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. ടാറ്റാ.